ഹായ് ഓൾ, വോയിസ് ഓഫ് ഡോക്ടർ കെ യൂസഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം വേൾഡ് ഇൻഡെക്സിൽ എല്ലാ വർഷവും ഇന്ത്യയുടെ സ്ഥാനം അടിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് 100-ന് മുകളിലായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം കിടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ഈ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കാം. 1, കുട്ടികളുടെ ഭാരക്കുറവ്. 2, കുട്ടികളുടെ മരണനിരക്ക് കൂടുക. 3, കുട്ടികളുടെ വളർച്ച സ്റ്റണ്ടാവുക അല്ലെങ്കിൽ വളർച്ച മുരടിക്കുക. 4, അണ്ടർ നറിഷ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഹങ്കർ ഇൻഡെക്സ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇന്ത്യയിൽ 160 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് 2 വർഷം കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള സഫിഷ്യൻ്റ് ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ FCI ഗവൺമെൻറ്റുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രശ്നം ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ താഴ്ന്നു പോകുന്നത്? ഇതിൻ്റെ വിശദമായ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മലയാളികൾ എന്ത് ഭക്ഷണമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അണ്ടർ നറിഷ്മെൻറ്റ്, പോഷകാഹാരക്കുറവ്, എന്ത് തരം ഭക്ഷണങ്ങളാണ് നമ്മുടെ മുഖ്യമായ ആഹാരം? പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യക്കാരായ ആളുകൾക്കൊക്കെ ധാന്യങ്ങളാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അരി, മദ്രാസിലാണെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിലാണെങ്കിൽ അവർ റാഗി കഴിക്കും, അവർ അരി കഴിക്കും. കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കടന്നാൽ അവിടെ ചോളം ഒരു മുഖ്യാഹാരമാണ്. പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ ഗോതമ്പ്. ഇങ്ങനെ മിക്കവാറും ധാന്യങ്ങളാണ് നമ്മുടെ മുഖ്യ ആഹാരം. ഈ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് നാം ഒരു ദിവസം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്നതിന് വളരെ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ പഴയ രീതികൾ, ഇപ്പോൾ സാധാരണയായി ഈ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പൊടിയരിക്കഞ്ഞിയാണ് കുട്ടികളെ നമ്മൾ കൊടുക്കുന്നത്. അത് മതി. എന്താ കാരണം? ദഹിക്കില്ല. നമ്മുടെ വിചാരമാണ്, നമ്മുടെ ഒരു പഠനമാണ്. ചില ഡോക്ടർമാരും പറയുന്നുണ്ട് കഞ്ഞി കൊടുത്താൽ മതി എന്നൊക്കെ. ഈ ഭക്ഷണം, അതായത് കഞ്ഞിയിൽ നിന്ന് എന്താണ് കുട്ടിക്ക് പ്രതിരോധ ശേഷിക്കായി കിട്ടുന്നത്? പനി വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രുചിയൊക്കെ, മുകുളങ്ങളിലെ പല സ്വാദുമുകുളങ്ങളും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. റുചി കുറയും. അവർക്ക് ഈ കഞ്ഞി നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ എന്തുണ്ടാകും? അതിന് സ്വാദിന് വേണമെങ്കിൽ ഒരു പപ്പടവും ചുട്ട് കൊടുക്കും. അപ്പോൾ ഈ കഞ്ഞിയോടൊപ്പം അതിലൊരു മുട്ട വറുത്ത് നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അല്പം പയർ കൊടുത്താൽ മതി, അല്പം പ്രോട്ടീനെങ്കിലും കിട്ടും. ഒരു അസുഖം വരുമ്പോൾ നാം ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്ന ഒരു മനസ്സിലാക്കൽ നമുക്ക് വളരെ കുറവാണ്. നമ്മളെ കുട്ടികൾക്ക് നാം നിത്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കുട്ടികൾക്കുണ്ടാകുന്ന പല മാനസിക സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം പഠനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന പോഷകാഹാര കുറവ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ, ഈ ഭക്ഷണ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള എക്സസൈസുകൾ, കായികമായ പ്രവർത്തനങ്ങൾ, ഇന്ന് ആധുനിക കാലത്തൊക്കെ ഇതൊക്കെ വളരെ കുറവാണ്. നമുക്കറിയാം, കുട്ടികൾ മുഴുവനും ബൈക്കിൽ സഞ്ചരിക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ സൈക്കിൾ വിടുമ്പോൾ പിന്നെ ചെറിയൊരു ആയാസം അവർക്ക് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തം പോലും മറന്നു പോകുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പല ശേഷികളും നഷ്ടപ്പെട്ടു പോകുന്ന പ്രക്രിയകളും. അതുകൊണ്ട് മുലകുടി പ്രായം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വേണ്ടതായ ഒരു
സമ്പൂർണമായ ഒരു പോഷകാഹാര ഭക്ഷണ ക്രമങ്ങളാണ് നാം അവരിൽ ശീലിപ്പിക്കേണ്ടത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ ഈ യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കളോട് പലപ്പോഴും അധ്യാപകർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മക്കൾ ഇന്ന് എന്താണ് കഴിച്ചത്, എന്ത് ഭക്ഷണമാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. കാരണം അവിടുത്തെ അധ്യാപകർ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ, ശാരീരിക മാനസിക വ്യാപാര കാര്യങ്ങളിൽ അവർ വളരെ വ്യാപൃതരാണ്. അവിടെ ഒരു രീതിയുണ്ട്, കുട്ടികളുടെ മിഡ് ആം, അതായത് ഈ ഷോൾഡർ മുതൽ ഇവിടം വരെയുള്ള ആ ഏരിയയുടെ മധ്യഭാഗം അതിൻ്റെ സർക്കംഫറൻസ് എടുക്കുകയാണ്. ഇതിൻ്റെ സർക്കംഫറൻസ്, അതായത് ഇതിൻ്റെ ചുറ്റളവ് എടുക്കുകയാണ്. ആ ചുറ്റളവിൽ വ്യത്യാസം കണ്ടാൽ അറിയാം ഈ കുട്ടി പോഷകാഹാര കുറവുണ്ട്, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ ആ കുട്ടിയിലുണ്ട്. അതായത് അവിടുത്തെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെർഫോമൻസിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ ഈ മിഡാം സർക്കംഫറൻസിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പാൽക്കട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഈ പാൽ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രചാരത്തിലായത് ഈ ഗൾഫുകാരൊക്കെ വന്നതിന് ശേഷമാണ്. പൊതുവെ അത് എല്ലാവരും അത് കണ്ടു. ഇപ്പോഴും എത്ര പേരൊക്കെ അത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു പഠനം നടത്തിയാലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാൽ, മുട്ട, അതുപോലെ തന്നെ മത്സ്യം, മാംസം, ധാതു, ലവണങ്ങൾ, വൈറ്റമിൻസ്, ഇതെല്ലാം വേണ്ട അളവിൽ, കുറേ ചോറ് മാത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് മാത്രം കൊടുക്കലല്ല അവർക്ക് വേണ്ടത്, വയറ് നിറക്കലല്ല കുട്ടികൾക്ക് വേണ്ടത്. അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുഗുണമായ ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അവരുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള പ്രതിരോധ ശേഷിയും വളർച്ചയും അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വൈറ്റമിൻ്റെ തുടക്കത്തെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് ആലോചിച്ച് പോവുകയാണ്. അതായത് യൂറോപ്പിലാണ് ഈ സമുദ്ര പര്യവേഷണ രംഗത്ത് ഏറ്റവും മുൻകാലങ്ങളിൽ മുന്തി നിന്ന ആളുകൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്ന് കടലിൽ പോകുന്നത് നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ കപ്പലുകളോ ബോട്ടുകളോ ഒന്നുമല്ല, പായ വഞ്ചികളിലും പായ കെട്ടിയ വഞ്ചികളിലൊക്കെയാണ് നാവികർ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കടൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ കടലൊക്കെ കാണാൻ പോകുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള നല്ല തിരമാലകളൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കാവുന്ന കടലാണെങ്കിൽ, ഉൾക്കടലുകളിലും അതുപോലെ തന്നെ മറ്റ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഇന്ത്യയിൽ കാണുന്ന നമ്മൾ ഈ കടൽ വിട്ടിട്ട് വേറെയും കടലുകളുണ്ട്, അതിൻ്റെയൊക്കെ സ്വഭാവം. അപ്പോൾ അതിൻ്റെ ഉൾക്കടലിലേക്കൊക്കെ പോകുമ്പോൾ കടൽ അശാന്തമായി, തിരമാലകൾ, വേലിയേറ്റങ്ങൾ, സുനാമി വരെ പലപ്പോഴും കടലിലുണ്ടാകുന്നുള്ളൂ. അപ്പോൾ യാത്ര ഒരിക്കലും സുഖകരമായ അനുഭവമല്ല അവർക്ക് പ്രദാനം ചെയ്തത്. യാത്രയിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെയൊക്കെ മരിച്ചുപോയ ഒരുപാട് നാവികർ, അതിൽ ചില കൂട്ടം നാവികർ, ഇവർക്ക് ഒരു പ്രത്യേകതരം അസുഖം, അതായത് മോണ വീങ്ങുക എന്ന് പറയുന്ന, സ്കർവി എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്ന അസുഖം. ഈ മോണ വീങ്ങുക, പഴുക്കുക, പലപ്പോഴും അത് മരണത്തിൽ കലാശിക്കുക. മരണത്തിൽ കലാശിച്ചാൽ നേരെ വെള്ളത്തിലേക്ക് എടുത്തെറിയുക. അപ്പോൾ അങ്ങനെ എത്രയോ നാവികർ പിന്നെ ഇംഗ്ലണ്ടിൻ്റെയും അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയൊക്കെ മരിച്ചു പോയിരുന്നുള്ളതാണ് സ്കർവി രോഗം വന്നിട്ട്. അപ്പോൾ ഒരിക്കലും ഈ കപ്പലിങ്ങനെ യാത്രയുടെ ഇടയിൽ അവരൊരു ഐലൻഡിൽ പോയി അവർ അവിടെ നങ്കൂരമിട്ടു. അവിടെ ചെന്ന് ആ ദ്വീപിൽ കണ്ട ചില പഴങ്ങളൊക്കെ അവർ ശേഖരിച്ചു. കുറേ പഴങ്ങളൊക്കെ അവർ കഴിച്ച് യാത്ര മുന്നോട്ട് തുടർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അസുഖം കാണുന്നില്ല എന്നുള്ളതാണ്. ഈ മോണവീക്കമൊക്കെ മാറി. മോണവീക്കം മാറിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ വൈറ്റലായിട്ടുള്ള എന്തോ ഒരു സാധനം, വൈറ്റലായിട്ടുള്ള, അല്ലെങ്കിൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെ അമീനായിട്ടുള്ള എന്തോ ഒരു ഘടകം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും കരയിലേക്ക് വാർത്തകളെത്തി. നാവികർക്ക് പിന്നെ ഈ സ്കർവി എന്ന് പറയുന്ന മോണരോഗം മാറി. വലിയ ഒരു ഭാഗ്യമാണ് നമുക്കുണ്ടായത്, അതൊരു പഴം കഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പരക്കണ പോലെ പരന്ന്. അപ്പോൾ കുറേ പേര്
അതിൽ പറഞ്ഞത് ആദ്യം സ്കർവി ഉണ്ടാകുമ്പോൾ കടൽ ദേവത കോപിച്ചിട്ടാണ്. സ്കർവിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ കടൽ ദേവത അവരെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അല്ലെങ്കിൽ കടൽ ദേവതയുടെ കടാക്ഷമുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. ഒരു കൂട്ടർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്താണ് അവരുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റമുണ്ടായത്, എന്ത് ഫ്രൂട്ടാണ് അവർ കഴിച്ചത്, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടന്നപ്പോഴാണ് വൈറ്റമിൻ, അതിൽ അമീൻ ഇല്ല എന്നും വൈറ്റമിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഉള്ളതെന്നും അവർ കണ്ടെത്തുകയാണ്. പഴങ്ങളിലൊക്കെ കാണാറുള്ള വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇത് നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചില വൈറ്റമിനുകളുടെ കുറവ് ഉണ്ടായാൽ അത് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ മോണരോഗം മാറിയപ്പോൾ ഇത്തരം പുളിപ്പുള്ള ചില ഭക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഫ്രൂട്ടുകൾക്ക് ഇങ്ങനെ അസുഖം മാറാൻ സാധിക്കുമെന്ന് നമ്മളെ ലോകം കണ്ടെത്തുകയാണ്. ഇങ്ങനെയാണ് വൈറ്റമിനുകളുടെ ഒരു തുടക്കം നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്യമായ അളവിൽ അതിന് വേണ്ടതായിട്ടുള്ള ആവശ്യത്തിന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ ബ്രോയിലർ ചിക്കനൊക്കെ, ഇപ്പോൾ ഞാൻ ബ്രോയിലർ ചിക്കൻ്റെ ഒരാളൊന്നുമല്ല, പക്ഷേ ബ്രോയിലർ ചിക്കൻ നമ്മളൊരു ഫാമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മെലിഞ്ഞിട്ടുള്ള ബ്രോയിലർ കോഴിയെ നമുക്ക് കാണാൻ സാധിക്കില്ല, ഇല്ലേ? അപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ എന്തുകൊണ്ടാണ് അങ്ങനെ വളർന്നു വരുന്നത്? അതിന് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ അതിൻ്റെ ശരീരം അത് അമിനോ അമ്ലങ്ങളും അത് പ്രോട്ടീനുകളുമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകം, വൈറ്റമിൻ എന്ന് പറയുന്ന ഘടകം, അതുപോലെ തന്നെ മിനറൽ എന്ന് പറയുന്ന ഒരു ഘടകം, ഇപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ മിനറൽസ് ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളതാണ്. സോഡിയം കുറവ്, പൊട്ടാസ്യം കുറവ്, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ ശരീരത്തിൻ്റെ അഭാവത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പദാർത്ഥങ്ങൾ, ഇത്തരം വസ്തുക്കൾ തീർച്ചയായും നമ്മുടെ ശരീരത്തിലേക്ക് നാം കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിരോധശേഷിയും നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന പല തരത്തിലുള്ള രോഗങ്ങളെയും, അത് പകർച്ചവ്യാധി മുതൽ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും നമുക്ക് ചെറുക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഭക്ഷണത്തെ നാം സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്.